Hi everyone, I am Shani Naushad. Welcome back to my channel Fine Maths Classes. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ട്രയാങ്കിൾ ആൻഡ് ഇറ്റ്സ് പ്രോപ്പർട്ടീസിൻ്റെ എക്സാം സ്പെഷ്യലാണ് കേട്ടോ. അപ്പോൾ എക്സാമിന് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഇവിടെ ചെയ്യിക്കുന്നത്. അപ്പോൾ എല്ലാവരും കണ്ടതിന് ശേഷം നല്ലവണ്ണം പഠിക്കുക. ഓക്കെ, അപ്പോൾ എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം കേട്ടോ. അതോടൊപ്പം തന്നെ കമൻറ്റ് ചെയ്യുക, ബെല്ലൈക്കണും ഇനേബിൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഹൗ മെനി ഓൾട്ടിറ്റ്യൂഡ് ക്യാൻ എ ട്രയാങ്കിൾ ഹാവ്? ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അതിന് മുമ്പായിട്ട് ഒരു മോൾ എന്നോട് കമൻറ്റ് ചെയ്തിരുന്നു, ഇന്ന് എനിക്ക് എക്സാം ആണ്, അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ എക്സാം സ്പെഷ്യലിൻ്റെ വീഡിയോ ഒന്ന് ഇട്ട് തരണേന്ന്. അപ്പോൾ എനിക്കത് ചെയ്യാൻ പറ്റിയില്ല, സോറി മോളെ. അപ്പോൾ അതെനിക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിച്ചില്ല ഇന്നലെ, അപ്പോൾ സോറി കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഹൗ മെനി ഓൾട്ടിറ്റ്യൂഡ് ക്യാൻ എ ട്രയാങ്കിൾ ഹാവ്? അപ്പോൾ നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? ഒരു ട്രയാങ്കിളിന് എത്ര ഓൾട്ടിറ്റ്യൂഡ് ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കുന്നത്? നമ്മൾ ഒരു ട്രയാങ്കിളിന് എത്ര ഓൾട്ടിറ്റ്യൂഡാണ് ഉള്ളതെന്നുള്ളത് ആദ്യം നമ്മൾ ഓൾട്ടിറ്റ്യൂഡ് എന്താണെന്ന് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ട്രയാങ്കിളിന് ഓൾട്ടിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ ഈസിയാണ് അല്ലേ. അപ്പോൾ അതാ നോക്കിക്കേ, ഇതൊരു ട്രയാങ്കിൾ ABC എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ. ഓക്കെ, ഇതിൻ്റെ ഓൾട്ടിറ്റ്യൂഡ് നമ്മളെടുത്ത് നോക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? ഇപ്പം BC അത് നമ്മൾ ബേസ് ആയിട്ട് എടുത്താൽ നോക്കിക്കേ, ഈ A എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ഇങ്ങോട്ട് വരയ്ക്കുന്ന BCയിൽ എന്ന് പറയുന്ന ബേസിലോട്ട് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ലൈനിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഓൾട്ടിറ്റ്യൂഡ് എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? അതായത് ഏത് സൈഡാണോ നമ്മൾ ബേസ് ആയിട്ട് എടുക്കുന്നത് ആ ബേസ് ലൈനിലേക്ക് വേറൊരു പോയിന്റിൽ നിന്നും വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ലൈനിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എന്താ BC ബേസ് ആയിട്ട് എടുത്തപ്പോൾ ഞാൻ എന്താ Aയിൽ നിന്നും ഇങ്ങോട്ട് ഒരു ഓൾട്ടിറ്റ്യൂഡ് വരച്ചു. അതേപോലെ നമുക്ക് AB ഈ സൈഡ് നമ്മൾ ബേസ് ആയിട്ട് എടുത്താൽ നമുക്ക് എങ്ങനെ ഓൾട്ടിറ്റ്യൂഡ് വരയ്ക്കാം? Cയിൽ നിന്നും നമുക്ക് കറക്റ്റ് ഒരു പെർപെൻഡിക്കുലർ ലൈൻ കണ്ടോ. അപ്പോൾ നമുക്ക് രണ്ടെണ്ണമായി. അതേപോലെ നമുക്ക് AC ബേസ് ആയിട്ട് എടുത്താൽ നമുക്ക് എന്ത് ചെയ്യാം? Bയിൽ നിന്നും ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കാൻ പറ്റും അല്ലേ. കണ്ടോ, കുറച്ച് വളഞ്ഞൊക്കെ പോയി, പക്ഷേ ഇങ്ങനെ വരുന്ന, അതായത് സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന പെർപെൻഡിക്കുലർ ലൈൻ 90 ഡിഗ്രി ആയിരിക്കണം ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ എത്ര ഓൾട്ടിറ്റ്യൂഡ് വരച്ചു? Aയിൽ നിന്നും BCയിലോട്ട് ഒരെണ്ണം, അതേപോലെ AB എന്ന് പറയുന്ന ബേസ് എടുത്തപ്പോൾ Cയിൽ നിന്നും ABയിലോട്ട് ഒരെണ്ണം, അതേപോലെ AC എന്ന് പറയുന്ന ബേസിലോട്ട് Bയിൽ നിന്നും ഒരെണ്ണം. അങ്ങനെ നമ്മൾ 3 ഓൾട്ടിറ്റ്യൂഡ്സ് ആണ് നമുക്കൊരു ട്രയാങ്കിളിൽ വരയ്ക്കാൻ പറ്റിയത് അല്ലേ. ഇനി പറ്റില്ലല്ലോ നമുക്ക് പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കാൻ. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ഒരു ട്രയാങ്കിളിൽ നമുക്ക് 3 ഓൾട്ടിറ്റ്യൂഡ് വരയ്ക്കുക എന്നുള്ളത് മനസ്സിലായി അല്ലേ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? 3. കണ്ടോ, അപ്പോൾ ഒരു ട്രയാങ്കിളിൽ എത്ര ഓൾട്ടിറ്റ്യൂഡ് വരയ്ക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എന്താണ് നമ്മൾ ആൻസർ കൊടുക്കേണ്ടുള്ളത്? 3. എങ്ങനെയാണ് നമുക്ക് 3 വന്നതെന്നുള്ളത് മനസ്സിലായല്ലോ എല്ലാവർക്കും. അടുത്ത ക്വസ്റ്റ്യൻ. എ ട്രയാങ്കിൾ ഇൻ വിച്ച് 2 സൈഡ്സ് ആർ ഓഫ് ഈക്വൽ ലെങ്ത് ഈസ് കോൾഡ് ആൻ. അപ്പോൾ എന്താണ് നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്നത്? 2 സൈഡിലും തുല്യമായിട്ട് ലെങ്ത് ഉള്ളതിനെ നമ്മൾ എന്ത് വിളിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ഐസോസ്ലെസ് ട്രയാങ്കിൾ അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഐസോസ്ലെസ് ട്രയാങ്കിൾ എന്ന് വെച്ചാൽ എന്താണ്? അതിന് 2 ഈക്വൽ സൈഡ്സ് ആണ്, അതേപോലെ 2 ഈക്വൽ ആംഗിൾസുമാണ് അല്ലേ ഉള്ളത്. എന്താണ് ഐസോസ്ലെസ് ട്രയാങ്കിളിന്റെ പ്രത്യേകത? അതിന് 2 ഈക്വൽ സൈഡ്സും ഉണ്ട്, പിന്നെന്താണ്? 2 ഈക്വൽ ആംഗിൾസും ഉണ്ട് അല്ലേ. ഓക്കെ, അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ദ ഈക്വൽ സൈഡ്സ് ഓഫ് ആൻ ഐസോസ്ലെസ് ട്രയാങ്കിൾ ആർ ഓൾവേസ് 2 ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾസ് ഈക്വൽ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ ഐസോസ്ലെസ് ട്രയാങ്കിളിൽ. അതായത് എൻ്റെ ഇങ്ങോട്ട് വരച്ച് കാണിച്ചു തരാം. അപ്പോൾ ഇതൊരു ഐസോസ്ലെസ് ട്രയാങ്കിൾ ആണെന്ന് വെച്ചോ. ഓക്കെ, ഇതിൻ്റെ നമ്മളടുത്ത് എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ 2 സൈഡ്സ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതേപോലെ തന്നെ ഈ ഈക്വൽ സൈഡിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന, അതായത് ഈ ഒരു
ഈക്വൽ സൈഡ് ആണല്ലോ. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ഈ ആംഗിളും അതേപോലെ ഈ സൈഡിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ അതായത് 2 ഈക്വൽ സൈഡ്സും ഉണ്ട് അതിന്, 2 ഈക്വൽ ആംഗിൾസും ഉണ്ട് അതിന്. മനസ്സിലായോ? ഐസോസെലസ് ട്രയാങ്കിളിൻ്റെ പ്രത്യേകത അതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ സം ഓഫ് ദ ലെങ്ത്സ് ഓഫ് എനി 2 sides ഓഫ് എ ട്രയാങ്കിൾ ഈസ് ഡാഷ് ദ തേർഡ് സൈഡ്. അല്ലേ? എന്താണ്? ഗ്രേറ്റർ ദാൻ ദി തേർഡ് സൈഡ്. അല്ലേ? ദ സം ഓഫ് ദ ലെങ്ത്സ് ഓഫ് എനി, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അത്. ദ സം ഓഫ് ദ ലെങ്ത്സ് ഓഫ് എനി 2 sides ഓഫ് എ ട്രയാങ്കിൾ ഈസ് ഗ്രേറ്റർ ദാൻ ദി തേർഡ് സൈഡ്. എന്താണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? മൂന്നാമത്തെ സൈഡ് അല്ലേ, അതിനെക്കാട്ടിയും ഗ്രേറ്റർ ആയിരിക്കും ഏതെങ്കിലും 2 സൈഡുകൾ തമ്മിൽ സം ചെയ്ത് കിട്ടുന്നതെന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ഇത് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമായിരുന്നു അല്ലേ, ഇസ് ഗ്രേറ്റർ ദാൻ ദി തേർഡ് സൈഡ് എന്നുള്ളത്. ഓക്കെ, അടുത്ത എന്താണ്? ഇൻ ദ പൈതഗോറസ് പ്രോപ്പർട്ടി ദ ട്രയാങ്കിൾ മസ്റ്റ് ബി. പൈതഗോറസ് പ്രോപ്പർട്ടിയിലെ ട്രയാങ്കിൾ എന്തായിരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? റൈറ്റ് ആംഗിൾ അല്ലേ? റൈറ്റ് ആംഗിളിനല്ലേ നമ്മൾ പൈതഗോറസ് തിയറം പഠിച്ചിട്ടുള്ളത്. അപ്പൊ എന്താണ് ആൻസർ? റൈറ്റ് ആംഗിൾ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ദ ഡാഷ് ട്രയാങ്കിൾ ഓൾവേസ് ഹാസ് ഓൾട്ടിറ്റ്യൂഡ് ഔട്ട്സൈഡ് ഇറ്റ് സെൽഫ്. ഏത് ട്രയാങ്കിളിനാണ് ഓൾട്ടിറ്റ്യൂഡ് പുറത്തായിട്ടുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതാ നോക്കിക്കേ, ഇപ്പം നമ്മളൊരു അക്യൂട്ട് ആംഗിൾ എടുത്തെന്ന് വെച്ചോ. ഇത് നമ്മുടെ അക്യൂട്ട് ആംഗിളാണ്. ഇതിനൊരു ഓൾട്ടിറ്റ്യൂഡ് വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് വരയ്ക്കുന്നത്? നോക്കിക്കേ, നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഈ ഒരു വേർട്ടെക്സിൽ നിന്നും നമ്മൾ ഈ ബേസിലോട്ട് അല്ലേ, ഇതിപ്പോൾ ABC എന്ന് വെച്ചോ, നമ്മളൊരു അക്യൂട്ട് ട്രയാങ്കിൾ വരച്ചു. ഓക്കെ, അന്നേരം നമ്മൾ എ എന്ന് പറയുന്ന ഇതിൽ നിന്നും BC എന്ന് പറയുന്ന ബേസിലോട്ട് ഒരു പെർപെൻഡിക്കുലർ ലൈൻ നമുക്ക് എവിടെ തന്നെയാണ് വരയ്ക്കാൻ പറ്റിയത്? ഈ ട്രയാങ്കിളിൻ്റെ ഉള്ളിൽ തന്നെയാണ് അല്ലേ വരയ്ക്കാൻ പറ്റിയത്. ഇനിയിപ്പോൾ നോക്കിക്കേ, നമ്മളൊരു ഒബ്റ്റ്യൂസ് ട്രയാങ്കിൾ എടുത്തു, ABC എന്നും പറഞ്ഞ് നമ്മളൊരു ഒബ്റ്റ്യൂസ് ട്രയാങ്കിൾ എടുത്തു. ഇനി നോക്കിക്കേ, ഇതിൻ്റെ ഓൾട്ടിറ്റ്യൂഡ് വരയ്ക്കാൻ പറഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് വരയ്ക്കാൻ പറ്റുന്നത്? നമുക്ക് ഇങ്ങനെയല്ലേ വരയ്ക്കാൻ പറ്റുള്ളൂ പെർപെൻഡിക്കുലർ ലൈൻ. കണ്ടോ, നമുക്ക് ഇങ്ങനെയേ വരയ്ക്കാൻ പറ്റൂ. അതായത് ഈ ഒബ്റ്റ്യൂസ് ട്രയാങ്കിൾ, ഇതാണ് നമ്മുടെ ഒബ്റ്റ്യൂസ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് അല്ലേ. നമ്മുടെ ഒബ്റ്റ്യൂസ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഞാൻ ഈ വരച്ചിരിക്കുന്ന ഈ ട്രയാങ്കിളാണ്. അപ്പോൾ നമ്മൾ ഓൾട്ടിറ്റ്യൂഡ് വരയ്ക്കാൻ പറഞ്ഞപ്പം ഈ ട്രയാങ്കിളിന് പുറത്തല്ലേ വന്നത്. അപ്പോൾ ഏത് ട്രയാങ്കിളിലാണ് എപ്പോഴും ഓൾട്ടിറ്റ്യൂഡ് ഔട്ട്സൈഡ് ആയിട്ട് വരുന്നത്? ഒബ്റ്റ്യൂസ് ട്രയാങ്കിളിനല്ലേ. The obtuse triangle always has altitude outside itself. എങ്ങനെയാണ് ഒബ്റ്റ്യൂസ് ട്രയാങ്കിളിന് ഓൾട്ടിറ്റ്യൂഡ് പുറത്ത് വന്നതെന്നുള്ളത് മനസ്സിലായോ? അക്യൂട്ട് വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയല്ലേ വരുന്നത് അക്യൂട്ട് ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ. അപ്പോൾ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഓൾട്ടിറ്റ്യൂഡ് വരയ്ക്കാൻ പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ തന്നെ വരുത്തുള്ളൂ അല്ലേ. പക്ഷേ ഒബ്റ്റ്യൂസ് ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരച്ചാലും കണ്ടോ, ഇങ്ങനെ വരച്ചാലും ഇതിൻ്റെ ഓൾട്ടിറ്റ്യൂഡ് വരയ്ക്കുമ്പോൾ കണ്ടോ പുറത്തോട്ടല്ലേ വരുത്തുള്ളൂ അല്ലേ. കണ്ടോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒബ്റ്റ്യൂസ് ആംഗിളിന് എപ്പോഴും ഓൾട്ടിറ്റ്യൂഡ് എന്തായിരിക്കും? പുറത്ത് തന്നെ ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് ഇൻ ദ അഡ്ജോയിനിങ് ഫിഗർ. അല്ലേ, നമ്മളെടുത്ത് ഈ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടുത്തെ എക്സ്റ്റീരിയർ ആംഗിൾ ആണ് അല്ലേ. അതായത് പുറത്ത് കിടക്കുന്ന ആംഗിൾസിനെയാണ് നമ്മളൊരു ട്രയാങ്കിളിൻ്റെ പുറത്ത് കിടക്കുന്ന ആംഗിൾസിന് പറയുന്ന പേരെന്താണ്? എക്സ്റ്റീരിയർ ആംഗിൾ. ഒരു ട്രയാങ്കിളിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആംഗിൾസിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ഇൻറ്റീരിയർ ആംഗിൾസ്. അപ്പോൾ ഇവിടെ എന്താണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടുള്ളത്? എക്സിൻ്റെ വാല്യൂ. അതായത് ഈ എക്സ്റ്റീരിയർ ആംഗിളിൻ്റെ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടുള്ളത്. ഇനി നമ്മൾ പഠിച്ചിട്ടുള്ള ഈ ചാപ്റ്ററിൽ തന്നെ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മളൊരു പ്രോപ്പർട്ടി ഉണ്ട്, ഒരു എക്സ്റ്റീരിയർ ആംഗിൾ പ്രോപ്പർട്ടി ഉണ്ട്. എന്താണത്? എക്സ്റ്റീരിയർ ആംഗിൾ ഇസ് ഈക്വൽ ടു, നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്? സം ഓഫ് ഇറ്റ്സ് interior opposite angles. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ് അല്ലേ. എക്സ്റ്റീരിയർ ആംഗിൾ ഈസ് ഈക്വൽ ടു സം ഓഫ് ഇറ്റ്സ് ഇന്റീരിയർ ഓപ്പോസിറ്റ് ആംഗിൾസ്. എന്ന് വെച്ചാൽ എന്താണ്? ഈ എക്സ്റ്റീരിയർ ആംഗിൾ എന്തിന് തുല്യമാണ്? ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന, അതായത് ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആംഗിൾസ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എന്താണോ കിട്ടുന്നത് അതിന് തുല്യമാണ് എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് കിടക്കുന്ന ഇന്റീരിയർ ആംഗിൾസ് എന്തൊക്കെയാണ്? 70യും 50യും അല്ലേ. അപ്പോൾ നമുക്ക് അതെടുത്ത് എഴുതാം. എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറയുമ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു നമ്മുടെ ഇന്റീരിയർ ഓപ്പോസിറ്റ് ആംഗിൾസ് ഏതൊക്കെയാണ്? 50യും 70യും. അത് തമ്മിൽ എന്ത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്? സം ചെയ്യാം.
അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 70 + 50 എന്ത് കിട്ടും നമുക്ക്? 120 ഡിഗ്രി അല്ലേ? 70 + 50 120 ഡിഗ്രി. അപ്പോൾ നോക്കിക്കേ, അന്നേരം ഈ എക്സിൻ്റെ വാല്യൂ നമുക്ക് എത്രയാണ് കിട്ടിയത്? 120 ഡിഗ്രി. കണ്ടോ? അപ്പോൾ നമ്മൾ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു. എങ്ങനെ കണ്ടുപിടിച്ചതെന്ന് മനസ്സിലായോ? ഇതിന് ആ പ്രോപ്പർട്ടി അറിഞ്ഞിരിക്കണം. എന്താണ് പ്രോപ്പർട്ടി? എക്സ്റ്റീരിയർ ആംഗിൾ ഈസ് ഈക്വൽ ടു സം ഓഫ് ഇറ്റ്സ് ഇന്റീരിയർ ഓപ്പോസിറ്റ് ആംഗിൾസ്. എക്സ്റ്റീരിയർ ആംഗിൾ എന്തിനു തുല്യമാണ്? ഈ ഉള്ളിൽ കിടക്കുന്ന ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഉള്ളിൽ കിടക്കുന്ന ആംഗിൾസ് തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്ന ആൻസറിന് തുല്യമായിരിക്കും എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത്, ആൻഡ് ഡാഷ് ആംഗിൾ ഓഫ് എ ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു ദ സം ഓഫ് ഇറ്റ്സ് ഇന്റീരിയർ ഓപ്പോസിറ്റ് ആംഗിൾസ്. ഇപ്പം നമ്മൾ അങ്ങോട്ട് പഠിച്ചതേ ഉള്ളൂ. ഏതാണ് ഈക്വൽ ആവുന്നത്? എക്സ്റ്റീരിയർ ആംഗിൾ അല്ലേ? എക്സ്റ്റീരിയർ ആംഗിൾ ഓഫ് എ ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു ദ, നമ്മളിപ്പോൾ പഠിച്ചതല്ലേ സം ഓഫ് ഇറ്റ്സ് ഇന്റീരിയർ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്ന്. ഓക്കെ, അടുത്തത്, ഇൻ ആൻ ഐസോസ്ലെസ് ട്രയാങ്കിൾ 2 ആംഗിൾസ് ആർ ഓൾവേസ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഐസോസ്ലെസ് ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്താണ്? അതിന് 2 ഈക്വൽ സൈഡ്സും ഉണ്ട്, അതിന് 2 ഈക്വൽ ആംഗിൾസും ഉണ്ട്. ഫോർ ആർ ഓൾവേസ് ഈക്വൽ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ആൻ ഐസോസ്ലെസ് ട്രയാങ്കിൾ 1 ആംഗിൾ ഇസ് 50 ഡിഗ്രി, ദ അതർ 2 ആംഗിൾസ് ആർ ഓഫ്. അപ്പോൾ ഐസോസ്ലെസ് ട്രയാങ്കിളിന്റെ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 50 ഡിഗ്രി ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബാക്കി 2 ആംഗിൾസും എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് അതൊന്ന് വരയ്ക്കാം. ഓക്കെ, ഇനി എന്താ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം എന്തോ ഐസോസ്ലെസ് ട്രയാങ്കിളിന്റെ അതിൻ്റെ 2 ഈക്വൽ സൈഡ്സ് ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ ഇതിനെ രണ്ടിനെയും നമ്മൾ ഈക്വൽ സൈഡായിട്ട് എടുത്തു. നമുക്കിനി എന്ത് തന്നിട്ടുണ്ട്? ഒരു ആംഗിൾ 50 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാനിവിടെ മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി നമ്മളെടുത്ത് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? അടുത്ത 2 ആംഗിൾസും എന്തൊക്കെയാണെന്ന്. അതായത് ഈ ആംഗിളും എന്താണെന്ന് കണ്ടുപിടിക്കാനാണ് നമ്മളെടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് അറിഞ്ഞൂടാത്ത ആംഗിളിനെ നമുക്ക് എന്തായിട്ട് എടുക്കാം? എക്സ് ആയിട്ട് എടുക്കാം. ഓക്കെ, നമുക്ക് അറിഞ്ഞൂടാ, അതുകൊണ്ട് ഇതിനെ എക്സ് ആയിട്ട് എടുത്തു. അപ്പോൾ ഈ സൈഡിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിളും അതേപോലെ ഈ ഈക്വൽ സൈഡിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിളും എന്തായിരിക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത്? ഈക്വൽ ആണെന്നല്ലേ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എക്സ് വന്നാൽ ഇവിടെ എന്ത് തന്നെയായിരിക്കും? എക്സ് തന്നെയായിരിക്കും വരുന്നത്. കാരണം ഈ സൈഡിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിളും ഈ സൈഡിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് അത്. എന്തായിരുന്നു ആ പ്രോപ്പർട്ടി? ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ദ, ഞാൻ ഇവിടെ ഒന്ന് എഴുതി കാണിക്കാതെ, ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ദ ഈക്വൽ സൈഡ് ഓഫ് ആൻ ഐസോസ്ലെസ് ട്രയാങ്കിൾ ആർ ഓൾവേസ് ഈക്വൽ. കണ്ടോ? അപ്പോൾ ഇവിടെ എക്സ് എടുത്താൽ ഇവിടെ എന്ത് തന്നെയായിരിക്കും? എക്സ് തന്നെ ആയിരിക്കും. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം അടുത്ത ഈ 2 ആംഗിൾസിൻ്റെ വാല്യൂസ് എന്തൊക്കെയാണെന്ന്. എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും? ഇവിടെ 50 ആണ്, ഇവിടെ എക്സ് ആണ്, ഇവിടെ എക്സ് ആണ്. എങ്ങനെ കണ്ടുപിടിക്കും നമുക്ക്? ആംഗിൾസം പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട് അല്ലേ? ആംഗിൾസം പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ദ സം ഓഫ് ദി ഇന്റീരിയർ ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ഇസ് 180 ഡിഗ്രി അല്ലേ? അപ്പോൾ നമുക്ക് എഴുതാം. നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് പ്ലസ് 50 ഡിഗ്രി ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. റീസൺ എന്താണ്? ആംഗിൾസം പ്രോപ്പർട്ടി അല്ലേ? ആംഗിൾസം പ്രോപ്പർട്ടി എന്താണ്? ഉള്ളിൽ കിടക്കുന്ന എല്ലാ ഇന്റീരിയർ ആംഗിൾസും കൂടി തമ്മിൽ കൂട്ടിയാൽ എത്ര ഡിഗ്രി കിട്ടണം? 180 ഡിഗ്രി കിട്ടണം. അതാണ് ആംഗിൾസം പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ. അപ്പോൾ നമുക്ക് കൂട്ടി നോക്കാം. എക്സ് പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2x plus 50 is equal to 180 degree. Then 2x is equal to 180 plus 50 equal sign ശേഷം കൊണ്ടുവന്നാൽ എന്തായിട്ട് മാറും? -50 ആയിട്ട് മാറും. is equal to നമുക്ക് എന്ത് കിട്ടും? 130 ഡിഗ്രി എന്ന്. അത് 2xന്റെ വാല്യൂ ആണ് നമുക്ക് 130 എന്ന് കിട്ടിയത്. അപ്പോൾ നമുക്ക് അടുത്ത് എഴുതാം. 2x is equal to 130 ഡിഗ്രി. ഇനി ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? എക്സിന്റെ വാല്യൂ. x is equal to 130/2. എന്ത് കിട്ടും നമുക്ക്? 65 അല്ലേ?
65 ഡിഗ്രി. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്താണ് നമുക്ക് കിട്ടിയത്? 65 ഡിഗ്രി. അത് നമുക്കിവിടെ കൊടുക്കാം. ഞാൻ ഇച്ചിരി വെളിയിലോട്ട് എഴുതിയാണേ, ഞാൻ വരച്ച ട്രയാങ്കിൾ ഇച്ചിരി ചെറുതായിപ്പോയി. അപ്പോൾ നോക്കിയേ 65 ഡിഗ്രി. ഇവിടെ 65 ഡിഗ്രി ആണെങ്കിൽ ഇവിടെയും എന്ത് തന്നെയായിരിക്കും വരുന്നത്? 65 ഡിഗ്രി തന്നെയായിരിക്കും വരുന്നത് അല്ലേ? അപ്പോൾ എന്താ നമുക്ക് കിട്ടിയത്? അതർ ടു ആംഗിൾസിൻ്റെ വാല്യൂസ് 65 ഡിഗ്രി ആൻഡ് 65 ഡിഗ്രി. കാരണം എക്സിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിച്ചത് 65 ആയിരുന്നു അല്ലേ? അപ്പോൾ ഒരെണ്ണം 65 വന്നു കഴിഞ്ഞാൽ അടുത്തതും എന്തായിരിക്കും? 65 ആയിരിക്കും. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഐസോസെലസ് ട്രയാങ്കിളിൻ്റെ 2 ആംഗിൾസ് എപ്പോഴും ഈക്വൽ ആയിരിക്കും എന്ന്. അത് മാത്രം ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം ആൻസർ എടുത്ത്? Therefore the other two angles are 65 degree and 65 degree. കണ്ടോ നമ്മൾ കണ്ടുപിടിച്ചത് എങ്ങനെയാണെന്ന്? അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ്. ഇവിടെയും എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എക്സ്റ്റീരിയർ ആംഗിൾ തന്നിട്ടുണ്ട്. നമുക്ക് തരാത്തത് ഉള്ളിൽ കിടക്കുന്നതിൻ്റെ ഒരു ആംഗിളാണ് നമുക്ക് തരാത്തത്. പക്ഷെ നമുക്ക് എക്സ്റ്റീരിയർ ആംഗിൾ പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട് ഇത് കണ്ടുപിടിച്ചൂടെ? എക്സ്റ്റീരിയർ ആംഗിൾ പ്രോപ്പർട്ടി എന്തായിരുന്നു? നമ്മൾ പഠിച്ചതാണ്. എക്സ്റ്റീരിയർ ആംഗിൾ ഇസ് ഈക്വൽ ടു സം ഓഫ് ഇറ്റ്സ് ഇന്റീരിയർ ഓപ്പോസിറ്റ് ആംഗിൾ. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ? അത് വെച്ചിട്ട് നമുക്ക് എഴുതാം. എക്സ്റ്റീരിയർ ആംഗിൾ എന്താണ്? 100 ഇസ് ഈക്വൽ ടു എന്ന് പറയുന്നത് എന്തിന് തുല്യമാണ്? ഈ രണ്ടെണ്ണം കൂടി ആഡ് ചെയ്യുന്നതിന് തുല്യമാണ് അല്ലേ? അപ്പം നമുക്ക് എഴുതാം 70 + x. ഓക്കെ, ഇത് നമുക്കൊന്ന് അറേഞ്ച് ചെയ്തിട്ട് എഴുതാം. എങ്ങനെ എഴുതാം നമുക്ക്? 70 + x ഇസ് ഈക്വൽ ടു 100. കണ്ടോ? ഇനി നമുക്ക് ഇതിൽ നിന്നും എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചൂടെ? x ഈസ് ഈക്വൽ ടു 100. ഇവിടെ 70 മീൻസ് +70 എന്നാണ് അല്ലേ? കാരണം 70യുടെ സൈഡിൽ ഒന്നുമില്ലെങ്കിൽ പ്ലസ് ഉണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എന്തായിട്ട് മാറും? -70 ആയിട്ട് മാറും അല്ലേ? അപ്പോൾ 100 - 70 എത്രയാണ്? 30 ഡിഗ്രി അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ എക്സിൻ്റെ വാല്യൂ എന്തായിട്ടാണ് കിട്ടിയത്? 30 ഡിഗ്രി. കണ്ടോ? അപ്പോൾ നമുക്ക് ഇവിടെ എക്സിൻ്റെ വാല്യൂ എന്താണ് കിട്ടിയത്? 30 ഡിഗ്രി അല്ലേ? ഇനി നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് കറക്റ്റ് ആണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാം? നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്? എക്സ്റ്റീരിയർ ആംഗിൾ ഈസ് ഈക്വൽ ടു സം ഓഫ് ഇറ്റ്സ് ഇന്റീരിയർ ഓപ്പോസിറ്റ് ആംഗിൾ എന്നല്ലേ? അതായത് 70 + x. അതെന്ത് കിട്ടണം നമുക്ക്? 100 കിട്ടണം അല്ലേ? അപ്പോൾ അത് അവിടെ നോക്ക്, 70 നമ്മൾ എക്സിൻ്റെ വാല്യൂ 30 ആയിട്ട് കണ്ടുപിടിച്ചു. അപ്പോൾ 70 + 30 എത്രയാ? 100 അല്ലേ? കണ്ടോ? അത് തന്നെയല്ലേ നമുക്ക് എക്സ്റ്റീരിയർ ആംഗിൾ കിടക്കുന്നത്. അപ്പോൾ തെറ്റാണോ ശരിയാണോ നമുക്ക് കിട്ടിയ ആൻസറിന് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ്. നമുക്ക് ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് അല്ലേ? എന്നിട്ട് നമ്മളെടുത്ത് പറഞ്ഞിരിക്കുകയാണ് ഈ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് അല്ലേ? നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് പിന്നെ ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? ഇവിടെ എക്സ്റ്റീരിയർ ആംഗിൾ തന്നിട്ടുണ്ട് അല്ലേ? അപ്പം നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? നമ്മുടെ എക്സ്റ്റീരിയർ ആംഗിൾ പ്രോപ്പർട്ടി യൂസ് ചെയ്ത് തന്നെ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ എങ്ങനെ എഴുതും നമ്മൾ? എക്സ്റ്റീരിയർ ആംഗിൾ ഈസ് ഈക്വൽ ടു സം ഓഫ് ഇറ്റ്സ് ഓപ്പോസിറ്റ് ഇന്റീരിയർ ആംഗിൾസ് അല്ലേ? അല്ലെങ്കിൽ സം ഓഫ് ഇറ്റ്സ് ഇന്റീരിയർ ഓപ്പോസിറ്റ് ആംഗിൾസ്. ഓക്കെ, അപ്പോൾ എക്സ്റ്റീരിയർ ആംഗിൾ ഈസ് ഈക്വൽ ടു സം ഓഫ് ഇറ്റ്സ് ഓപ്പോസിറ്റ് ഇന്റീരിയർ ആംഗിൾസ്. ഓക്കെ, ഇനി എക്സ്റ്റീരിയർ ആംഗിൾ എത്രയാണ് നമുക്ക് കിടക്കുന്നത്? 75 ഡിഗ്രി ഇസ് ഈക്വൽ ടു, ഇനി എന്താണ്? ഇത് തമ്മിൽ ആഡ് ചെയ്യണം അല്ലേ? അപ്പോൾ x + 9 + x + 6. ഓക്കെ, നമുക്കൊന്ന് തിരിച്ചെഴുതാം ഇത്. അപ്പോൾ നമുക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും. x + 9 + x + 6 ഈസ് ഈക്വൽ ടു 75 ഡിഗ്രി. ഇനി x + x എത്ര കിട്ടും നമുക്ക്? 2x. ഒന്നുമില്ലെങ്കിൽ അതിൻ്റെ സൈഡിൽ 1 ഉണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ 1 + 1 2, അതാണ് നമുക്ക് 2x എന്ന് കിട്ടിയത്. +9 + 6 എത്ര കിട്ടും നമുക്ക്? 15 ഇസ് ഈക്വൽ ടു 75 ഡിഗ്രി. ഇനി ഇതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? 2xൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം നമുക്ക്.
ഇങ്ങനെ ചെയ്യും. 2x is equal to 75. ഈ പ്ലസ് 15 നമ്മൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ആക്കുമ്പോൾ എന്തായിട്ട് മാറും? -15. അപ്പോൾ എന്ത് കിട്ടും? 2x is equal to നമുക്ക് 16 കിട്ടും അല്ലേ? അപ്പോൾ x is equal to 60. ഇനി ഈ 2 into x ആണല്ലേ ഇവിടെ കിടക്കുന്നത്. അത് ഈക്വൽ സൈനിന് ശേഷം ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഇൻറ്റു എന്തായിട്ട് മാറും? ഡിവിഷൻ ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡിവൈഡ് ചെയ്യുമ്പോൾ 30 ഡിഗ്രിന്ന് കിട്ടും അല്ലേ? അപ്പോൾ ഇവിടെ എക്സിൻ്റെ വാല്യൂ എത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്? 30 ഡിഗ്രി അല്ലേ? അപ്പോൾ നമ്മളത് കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. നമ്മൾ ഇത്രയും ചെയ്താൽ മതി. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ആംഗിൾ എക്സ്. ഇവിടെ നമ്മളെടുത്ത് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും എക്സിൻ്റെ വാല്യൂ? ഇവിടെ നോക്കിക്കേ, ഇങ്ങനെ വരച്ചത് കണ്ടപ്പോൾ നമുക്കൊന്ന് മനസ്സിലായി, ഇതിൻ്റെ 2 സൈഡ്സ് ഈ ട്രയാങ്കിളിൻ്റെ ഈക്വൽ ആണെന്ന്. അപ്പോൾ 2 സൈഡ്സ് ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിൾ ഏതാണ്? ഐസോസ്ലെസ് ട്രയാങ്കിൾ. അത് നമുക്ക് ഇതിൽ നിന്ന് പിടികിട്ടി. പിന്നെ നമുക്കറിയാവുന്ന കാര്യം എന്താണ്? ഈ സൈഡിന് അല്ലേ, ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ദി ഈക്വൽ സൈഡ്സ് ഓഫ് ആൻ ഐസോസ്ലെസ് ട്രയാങ്കിൾ ആർ ഓൾവേസ് ഈക്വൽ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് ഈ ഈക്വൽ സൈഡിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ഈ ആംഗിളും ഈ സൈഡിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ഈ ആംഗിളും തുല്യമാണെന്നുള്ളതും നമുക്കറിയാം അല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഇവിടെ നമുക്ക് എക്സ്റ്റീരിയർ ആംഗിൾ തന്നിട്ടുണ്ട് 140 ഡിഗ്രി. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ആംഗിൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ ആംഗിൾ കണ്ടുപിടിക്കാൻ ഈസി അല്ലേ? ഇത് തന്നെ ആയിരിക്കത്തില്ലേ ഇവിടെയും വരുന്നത്? എന്തുകൊണ്ടാണ്? ഈ സൈഡിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിളും ഈ സൈഡിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിളും ഈക്വൽ ആയിരിക്കും. അതുകൊണ്ടല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? പറഞ്ഞുതരാം. ഇത് നോക്കിക്കേ, ഇതൊരു സ്ട്രെയിറ്റ് ലൈനാണ് അല്ലേ? അതിനെ കട്ട് ചെയ്തിട്ട് ഒരു ലൈൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? അതിൻ്റെ ഇരുവശമുള്ള ആംഗിൾസും തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 180 ഡിഗ്രി കിട്ടും. അതായത് ലീനിയർ പെയർ അല്ലേ? അത് യൂസ് ചെയ്ത് നമുക്ക് കണ്ടുപിടിച്ചൂടെ? അപ്പോൾ നമുക്ക് 180 ഡിഗ്രി കിട്ടുമെന്ന് അറിയാം അല്ലേ? ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ. അപ്പോൾ നമുക്കിപ്പോൾ ഒരെണ്ണം തന്നിട്ടുണ്ട്. അപ്പോൾ ഒരെണ്ണം കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ 180യിൽ നിന്നും ഇതിനെ മൈനസ് ചെയ്താൽ മതി അല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 180 മൈനസ് 140 ഇസ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടി? 40 ഡിഗ്രി. റീസൺ എന്താണ്? ലീനിയർ പെയർ അല്ലേ? അപ്പോൾ ഇവിടെ 40 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തായിരിക്കും? 40 ഡിഗ്രി ആയിരിക്കും അല്ലേ? നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ? therefore x is equal to 40 ഡിഗ്രി. റീസൺ എന്താണ്? ആംഗിൾസ് opposite to the equal sides of an isosceles triangle are always equal. അല്ലേ? അതല്ലേ നമ്മുടെ റീസൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? Which of the following triplets cannot be the angles of a triangle? അതായത് നമുക്കിവിടെ കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളെടുത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? ഇതിൻ്റെ ഏതൊക്കെ ട്രിപ്ലെറ്റ്സ് തമ്മിൽ ഓക്കെ, ഈ ട്രിപ്ലെറ്റ്സിൽ ഏതാണ് ട്രയാങ്കിൾസിൻ്റെ ആംഗിൾസ് അല്ലാതെ വരുന്നത് ഏതൊക്കെയാണെന്നാണ് നമ്മളെടുത്ത് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെ കണ്ടുപിടിക്കും നമ്മൾ? ഇതിലേതാണ് ട്രയാങ്കിളിൻ്റെ ആംഗിൾസ് അല്ലാതെ വരുന്ന ഇതേതാണെന്ന് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നേ? നമ്മൾ ട്രയാങ്കിളിൻ്റെ ആംഗിൾസും പ്രോപ്പർട്ടിയിൽ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇൻറ്റീരിയർ ആംഗിൾസ് എല്ലാം അല്ലേ, ദ സം ഓഫ് ദി ഇൻറ്റീരിയർ ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ഇസ് 180 ഡിഗ്രി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു ട്രയാങ്കിളിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആംഗിൾസ് എല്ലാം കൂടി കൂട്ടുമ്പോൾ 180 ഡിഗ്രി കിട്ടണം എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത് 3 ആംഗിൾസും കൂടി തമ്മിൽ കൂട്ടി നോക്കുമ്പോൾ 180 ഡിഗ്രി കിട്ടിയാൽ നമുക്ക് മനസ്സിലാകും അതെന്താണ്, ആ ട്രയാങ്കിൾസിൻ്റെ ആംഗിൾസ് ആണ് എന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷെ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞത് ആംഗിൾസ് അല്ലാത്തതിനെയാണ് അല്ലേ നമ്മളടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതായത് ഈ 3 ആംഗിൾസ് തമ്മിൽ കൂട്ടുമ്പോൾ നമുക്ക് 180 ഡിഗ്രി കിട്ടാനേ പാടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് 1 നമുക്ക് കൂട്ടി നോക്കാം. ഏതൊക്കെയാണ്? 67, 51, 62 മൂന്നും കൂടി നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. 1 Okay, 6 plus 6, 12.
18 നമുക്ക് 180 കിട്ടി. അടുത്ത 3 ആംഗിൾസും കൂടി തമ്മിൽ നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. 70, 83, 27. 8 + 2 10. ഇവിടെയും 180 കിട്ടി. അടുത്ത 3 എണ്ണവും കൂടി ആഡ് ചെയ്തപ്പോഴും നമുക്ക് എന്താ കിട്ടിയത്? 180. അടുത്തത് തമ്മിൽ ആഡ് ചെയ്തപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? 180. ഇനി ലാസ്റ്റത്തത് അത് തമ്മിൽ ആഡ് ചെയ്തപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? 190 അല്ലേ? അപ്പോൾ പൈതഗോറസ് തിയറത്തിൽ നമ്മുടെ ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിളിൽ വരാത്തത് ഏതാണ്? ട്രയാങ്കിളിൻ്റെ ആംഗിൾസിൽ വരാത്തത് ഏതാണ്? 40, 30 to 80. കാരണം അത് മൂന്നും കൂടി തമ്മിൽ ആഡ് ചെയ്തപ്പോൾ നമുക്ക് 190 ഡിഗ്രി ആണ് കിട്ടിയത് അല്ലേ? നമുക്ക് 180 ഡിഗ്രി കിട്ടിയില്ല. അപ്പോൾ ഇതെല്ലാം ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഡി ഓപ്ഷനാണ് കറക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, ദ ലെങ്ത് ഓഫ് എ റെക്ടാങ്കിൾ ഈസ് 15 centimeter and length of its diagonal is 25 centimeter. Find the width of a rectangle. അതായത് ഒരു റെക്ടാങ്കിൾ. ഓക്കെ, ഞാൻ വരച്ചപ്പോൾ ഇച്ചിരി ചരിഞ്ഞു പോയി. ഓക്കെ, ഇനി എന്താണ് നമ്മളെടുത്ത് പറഞ്ഞിരിക്കുന്നത്? അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 15 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? ഡയഗണൽ എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡയഗണൽ എന്ന് പറയുമ്പോൾ ദാ ഇങ്ങനെ വരയ്ക്കുന്നത്. ഓക്കെ, അത് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 25 സെൻറ്റിമീറ്റർ ആണെന്ന് നമ്മളെടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടതുള്ള? വിഡ്ത്ത് എന്ന് പറയുന്ന ഏത് പോർഷനാണ്? ഇത് അല്ലേ? അപ്പോൾ ഇത് നല്ലോണം ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ എന്താ മനസ്സിലാകും? ഒരു ട്രയാങ്കിളിൻ്റെ ആദ്യമേ ഒരു റെക്റ്റാങ്കിളിൻ്റെ പ്രത്യേകത എന്താ? അതിൻ്റെ എല്ലാ ആംഗിൾസും എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും അല്ലേ? അപ്പോൾ നമുക്കിത് മനസ്സിലായി, ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണെന്ന് മനസ്സിലായി. അപ്പോൾ ഇതെന്തായിരിക്കും? അതിൻ്റെ ഹൈപ്പോട്ടിന്യൂസ് ആയിരിക്കും. ഇതെന്തായിരിക്കും? അതിൻ്റെ ബേസ് ആയിരിക്കും. ഇതെന്തായിരിക്കും? അതിൻ്റെ ഓൾട്ടിറ്റ്യൂഡ് അല്ലേ? അപ്പോൾ നമുക്ക് ഇനി കണ്ടുപിടിച്ചൂടെ പൈതഗോറസ് തിയറം യൂസ് ചെയ്തിട്ട്? അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ബൈ യൂസിങ് പൈതഗോറസ് തിയറം, എന്താണ്? ബേസ് സ്ക്വയർ പ്ലസ് അല്ലെങ്കിൽ ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ അല്ലേ? ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ ഇവിടെ എത്രയാണ്? 25 സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ എത്രയാണ്? 15 സ്ക്വയർ. ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ നമുക്ക് അറിഞ്ഞുകൂടാ അല്ലേ? അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എങ്ങനെ കണ്ടുപിടിക്കാം? ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ അല്ലേ? എച്ച് സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, അതായത് ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ. ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ എത്രയാണ്? 25 സ്ക്വയർ. അടുത്ത ബേസ് സ്ക്വയർ 15 സ്ക്വയർ ഈസ് ഈക്വൽ ടു 25ൻ്റെ സ്ക്വയർ എത്രയാണ്? 625 മൈനസ് 15ൻ്റെ സ്ക്വയർ എത്രയാണ്? 225. അപ്പോൾ നമുക്കിത് രണ്ടും കൂടി മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 004, 400 കിട്ടും അല്ലേ? ഇതെന്താ നമ്മൾ കണ്ടുപിടിച്ചത്? ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണല്ലേ കണ്ടുപിടിച്ചത്. ഇനി നമുക്ക് അതിൽ നിന്നും ഓൾട്ടിറ്റ്യൂഡ് കണ്ടുപിടിക്കണം അല്ലേ? അതിനെന്താ നമ്മൾ ചെയ്യേണ്ടുള്ളത്? 400ൻ്റെ സ്ക്വയർ റൂട്ട് കാണണം. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഉണ്ടോ? 200, then 100, 50, 2, 25, then 5 5s are 25, 5, 1. ഇനി ഇതെങ്ങനെയാണ് എടുത്തെഴുതുന്നേ? നമുക്ക് ഓരോന്നായിട്ട് എടുത്തെഴുതാം. എത്ര 2s ഉണ്ടോ? 1, 2, 3, 4. എത്ര 5s ഉണ്ട്? 2 5s. ഇനി എന്താ ചെയ്യേണ്ടുള്ളത്? സ്ക്വയർ റൂട്ട് മാറ്റാൻ വേണ്ടിയിട്ട് 2 എണ്ണം ഉള്ളതിൽ നിന്നും ഓരോന്ന് വീതം എടുക്കണം അല്ലേ? ഈ 2 2ൽ നിന്നും ഒരു 2, അടുത്ത ഈ 2 2ൽ നിന്നും ഒരു 2, ഈ 2 5ൽ നിന്നും ഒരു 5. എന്ത് കിട്ടും നമുക്ക്? 2 2s are 4, 4 5s are 20. അപ്പോൾ നമുക്ക് ഓൾട്ടിറ്റ്യൂഡ് എത്രയാണ് കിട്ടിയത്? 20. അതായത് വിഡ്ത്ത് ഓഫ് എ റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് എത്രയാണ്? 20. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? therefore വിഡ്ത്ത് ഓഫ് എ rectangle is equal to 20 centimeter. Which of the following is not a Pythagorean triplet? ഇതിലെ ഏതാണ് പൈതഗോറിയൻ ട്രിപ്ലെറ്റ് അല്ലാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമ്മൾ പൈതഗോറസ് തിയറത്തിൽ എന്താ പഠിച്ചിട്ടുള്ളത്? ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അതായത് ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ എന്താണോ കിട്ടുന്നത്
അതെന്തിന് ഈക്വൽ ആയിരിക്കും? ബേസ് സ്ക്വയറും ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയറും കൂടി തമ്മിൽ ആഡ് ചെയ്ത് കിട്ടുന്ന ആൻസറിന് ഈക്വൽ ആയിരിക്കും അല്ലേ? അപ്പോൾ ഇതിൽ ഹൈപ്പോട്ടിന്യൂസ് ഏതാണ് വരുന്നത്? ഗ്രേറ്റർ സൈഡ് ആണ് നമ്മൾ ഹൈപ്പോട്ടിന്യൂസ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ 13. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 13 square is equal to 5 square plus 12 square. 13 square 169, 25 plus 144. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 169 തന്നെ കിട്ടും അല്ലേ? അപ്പോൾ അത് അല്ല വരുന്നതെന്ന് മനസ്സിലായി. നമുക്ക് ഈസ് നോട്ടയാണ് വരേണ്ടുള്ളത്. അപ്പോൾ ഈക്വൽ ആവാൻ പാടില്ല. അടുത്തത് 10 square plus 15 square is equal to ഇവിടുത്തെ ഗ്രേറ്റർ സൈഡ് 25 ആണ്. അപ്പോൾ അതാണ് ഹൈപ്പോട്ടിന്യൂസ് ആയിട്ട് നമ്മൾ എടുക്കുന്നത് അല്ലേ? അതായത് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ? അതനുസരിച്ചാണ് ഈ എഴുതിയിരിക്കുന്നത്. അപ്പോൾ 10 സ്ക്വയർ എന്ന് പറയുമ്പോൾ 100, 15 സ്ക്വയർ എന്ന് പറയുമ്പോൾ 225, 25 സ്ക്വയർ ഈസ് 625. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 325. കണ്ടോ? അപ്പോൾ ഇതാണ് ഈക്വൽ അല്ലാതെ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ ഏതാണ് വരുന്നത്? ബി. നമുക്ക് സിയും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടുത്തെ ഗ്രേറ്റർ സൈഡ് ഏതാണ്? 39. സോറി, ഗ്രേറ്റർ സൈഡ് ലാർജർ സൈഡ്. ഓക്കെ. ദെൻ 15 സ്ക്വയർ പ്ലസ് 36 സ്ക്വയർ ഈസ് ഈക്വൽ ടു 39 സ്ക്വയർ. 15 സ്ക്വയർ ആകുമ്പോൾ 225 അല്ലേ? പ്ലസ് 1296 ഈസ് ഈക്വൽ ടു 39 സ്ക്വയർ മീൻസ് 1521. അപ്പോൾ ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 1521 തന്നെ കിട്ടും അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ഈക്വൽ അല്ലാതെ വരുന്നതല്ലേ നമ്മൾ എടുക്കേണ്ടുള്ളത്. അപ്പോൾ അതാണെന്ന് ആൻസർ എന്ന് പിടികിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ എ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ, റൈറ്റ് ആംഗിൾ അറ്റ് ബി, എ ബി ഇസ് ഈക്വൽ ടു 12 സെൻറ്റിമീറ്റർ ആൻഡ് എ സി ഇസ് ഈക്വൽ ടു 15 സെൻറ്റിമീറ്റർ, ദെൻ ബി സി ഇസ് ഈക്വൽ ടു. എന്താണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിൾ. ഓക്കെ. പിന്നെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? റൈറ്റ് ആംഗിൾ അറ്റ് ബി അല്ലേ? ബി റൈറ്റ് ആംഗിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താണ്? അതായത് 90 ഡിഗ്രി. അടുത്ത എന്താ പറഞ്ഞിട്ടുള്ളത്? എ ബി 12 സെൻറ്റിമീറ്ററും എ സി 15 സെൻറ്റിമീറ്ററും ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പേര് കൊടുക്കാം. എ സി എത്രയാണ്? 15 സെൻറ്റിമീറ്റർ. ദെൻ എ ബി എത്രയാണ്? 12 സെൻറ്റിമീറ്റർ. പിന്നെ എന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? ദെൻ ബി സി ഇസ് ഈക്വൽ ടു, ബി സി എന്താണെന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പോൾ നല്ലോണം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്. അങ്ങനെ വന്നാൽ നമുക്ക് എന്ത് തിയറം യൂസ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഹൈപ്പോട്ടിന്യൂസ് തിയറം യൂസ് ചെയ്തിട്ട്. അപ്പോൾ ഇതിൻ്റെ പൈതഗോറസ് തിയറം യൂസ് ചെയ്തിട്ട്. അപ്പോൾ ഈ ട്രയാംഗിളിൻ്റെ ഹൈപ്പോട്ടിന്യൂസ് സൈഡ് ഇതാണ്. ഇതെന്താണ്? അതിൻ്റെ ഓൾട്ടിറ്റ്യൂഡ് ആണ്. ബി സി എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ ബേസ് ആണ് അല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ബൈ യൂസിങ് പൈതഗോറസ് തിയറം നമുക്ക് എന്തെന്ന് പറയാം? ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. നമുക്കിവിടെ എന്താ കണ്ടുപിടിക്കേണ്ടുള്ളത്? ബേസ് ആണ് അല്ലേ കണ്ടുപിടിക്കേണ്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഫോർമുല എഴുതാം. ബേസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്തെന്ന് പറയാം? നമുക്ക് ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ മൈനസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്ന് പറയാം. ഇനി ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ എന്താ ഇവിടെ കിട്ടിയിരിക്കുന്നത്? 15 സ്ക്വയർ മൈനസ് ഓൾട്ടിറ്റ്യൂഡ് എന്താണ്? 12 സെൻറ്റിമീറ്റർ അല്ലേ? അപ്പോൾ 12 സ്ക്വയർ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 15 സ്ക്വയർ എന്ന് പറയുമ്പോൾ 225, 12 സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താണ്? 144. വേണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ എഴുതിക്കോ. ബി സ്ക്വയർ, അതായത് ബേസ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ബി സി. അപ്പോൾ ബി സി സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ എന്ന് പറയുമ്പോൾ എ സി അല്ലേ എവിടെ വരുന്നത്? നമുക്ക് ആ ഒരു സ്റ്റെപ്പും കൂടി എഴുതാം. എ സി സ്ക്വയർ മൈനസ് ഇവിടെ ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ ഏതാണ്? എ ബി അല്ലേ? അപ്പോൾ നമുക്ക് എഴുതാം എ ബി സ്ക്വയർ. എന്നിട്ട് നമുക്ക് ഇങ്ങനെ എടുത്ത് എഴുതാം. അപ്പോൾ എ സി സ്ക്വയർ 15 ആയിരുന്നു, അത് നമ്മളിവിടെ എടുത്ത് എഴുതി. പിന്നെ എ ബി എന്ന് പറയുന്നത് 12 ആയിരുന്നു, അപ്പോൾ 12 സ്ക്വയർ എന്ന് എഴുതി. ഇനി നമുക്ക് ഒരു സ്റ്റെപ്പും കൂടി കൊടുക്കാം. 15 സ്ക്വയർ എന്ന് പറയുമ്പോൾ 15 × 15 മൈനസ് 12 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 12 × 12. ഓക്കെ, ഇപ്പോൾ കറക്റ്റ് ആയില്ലേ? ഇനി 15 × 15 എന്താണ്? 225, 12 × 12 144. ഇനി ഇത് രണ്ടും കൂടി മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നേ നോക്കാം. 1 കട്ട് ചെയ്തു, അങ്ങോട്ട് കൊടുത്തു, 81 കിട്ടും അല്ലേ ആൻസർ? 81. ഇതെന്താണ് നമ്മൾ കണ്ടുപിടിച്ചത്? ബി സി സ്ക്വയർ ആണ് അല്ലേ? ഇവിടെ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ബി സി. അപ്പോൾ നമ്മൾ 81ൻ്റെ സ്ക്വയർ റൂട്ട് ആണ്. എന്താണ് 81ൻ്റെ സ്ക്വയർ റൂട്ട്? 9 അല്ലേ? 9 9s ആണ് 81. അപ്പോൾ സ്ക്വയർ റൂട്ട് എന്താണ് 81ൻ്റെ? 9. ഓക്കെ, അപ്പോൾ നമ്മൾ ബി സി എന്തായിട്ടാണ് കണ്ടുപിടിച്ചത്? ബി സി ഈസ് ഈക്വൽ ടു 9. അപ്പോൾ ക്ലിയർ ആയല്ലോ എല്ലാവർക്കും ഈ ക്വസ്റ്റ്യൻസ്? ഇനി ടെക്സ്റ്റിലെ എക്സസൈസ് എല്ലാം എല്ലാവരും നല്ലതായിട്ട് പഠിക്കുക.
ഓക്കെ, എന്നിട്ട് എക്സാം ഒക്കെ നല്ലവണ്ണം എഴുതുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാമല്ലോ. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ലൈക്ക്, കമൻറ്റ്, ഷെയർ ഒക്കെ ചെയ്യുക. ബെൽ ഐക്കണും ഇനേബിൾ ചെയ്യുക. ഓക്കെ, ബൈ ബൈ.